നമസ്കാരം. ലാൽസ് അക്കാദമി ടെലഗ്രാം ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 20-ാം നൂറ്റാണ്ടിലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്നത് സൂററ്റ് പിളർപ്പ്. കഴിഞ്ഞ ദിവസം നമ്മൾ ബംഗാൾ വിഭജനവും സ്വദേശി പ്രസ്ഥാനം പഠിച്ചു. പിന്നെ PSC നമ്മൾക്ക് ചോദിച്ചു കണ്ടിരിക്കുന്നത് സൂററ്റ് പിളർപ്പാണ്. ആദ്യം കാലഗണനാക്രമത്തിലാക്കാനുണ്ടാവും. സൂററ്റ് പിളർപ്പിന്റെ വർഷം ഓർത്തിരിക്കുക 1907 1907. ആകെ ഒരു 5-6 പോയിന്റ്സ് മാത്രം നിങ്ങൾക്ക് ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളൂ. ഒന്ന്, കോൺഗ്രസിനെ മിതവാദികളും തീവ്രവാദികളും അല്ലെങ്കിൽ തീവ്ര ദേശീയവാദികളുമായിട്ട് രണ്ടായിട്ട് പിളർന്ന കോൺഗ്രസ് സമ്മേളനമാണ് ഈ സൂററ്റ് സമ്മേളനം എന്നറിയപ്പെടുന്നത്. അപ്പൊ ഈ സൂററ്റ് പിളർപ്പ് നടന്ന വർഷം എന്നാന്ന് ചോദിച്ചാൽ 1907 1907 സൂററ്റ് പിളർപ്പ് നടന്ന വർഷം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുള്ളത് സൂററ്റ് പിളർപ്പ് അല്ലെങ്കിൽ സൂററ്റ് വിഭജനം നടക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരാന്നാണ്. റാഷ് ബിഹാരി ഘോഷ് ആണ്. ഓക്കെ, റാഷ് ബിഹാരി ഘോഷ് ആണ് സൂററ്റ് വിഭജനം നടക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് എന്ന് ഓർത്തിരിക്കാം. അതുപോലെ സൂററ്റ് പിളർപ്പിനെ കുറിച്ച് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് കോൺഗ്രസ് ചരിത്രത്തിലെ ഖേദകരമായ സംഭവം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് സൂററ്റ് പിളർപ്പിനെയാണ്. അതുപോലെ കോൺഗ്രസിലെ മിതവാദി വിഭാഗത്തിന് നേതൃത്വം നൽകിയത് ഗോപാലകൃഷ്ണ ഗോഖലെയും കോൺഗ്രസിന്റെ തീവ്രദേശീയവാദി വിഭാഗത്തിന് നേതൃത്വം നൽകിയത് ബാലഗംഗാധര തിലകുമാണെന്ന് ഓർത്തിരിക്കണം. അപ്പോൾ നിങ്ങളിവിടെ നമ്മൾ ഓൾറെഡി പഠിച്ചു. INC-നെ ഒരു 3 കാലഘട്ടമായിട്ട് തിരിച്ചിട്ടുണ്ട്. മിതവാദി കാലഘട്ടം, തീവ്രദേശീയവാദി കാലഘട്ടം, ഗാന്ധിയൻ കാലഘട്ടം. അപ്പൊ അതില് നമ്മൾ പറഞ്ഞു ആദ്യകാലത്ത് കോൺഗ്രസ് രൂപം കൊണ്ട 2 വിഭാഗങ്ങളായിരുന്നു ഈ മിതവാദികളും തീവ്രദേശീയവാദികളും. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് മിതവാദി ഗ്രൂപ്പിലെ നേതാക്കന്മാര്, തീവ്രദേശീയവാദി വിഭാഗത്തിലെ പ്രധാന നേതാക്കന്മാര്. ഓക്കെ, അപ്പൊ അതും കൂടി ഇവിടെ ഒന്ന് ഓർത്തിരിക്കണം. അപ്പോ മിതവാദി കാലഘട്ടം എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞു 1885 മുതൽ 1905 വരെയാണ് മിതവാദി കാലഘട്ടം. തീവ്രദേശീയവാദി കാലഘട്ടം എന്നറിയപ്പെടുന്നത് 1905 മുതൽ 1917 വരെ എന്ന് ഓർത്തിരിക്കാം. ചിലതിൽ 1919 വരെയെന്നും കാണും. അതുപോലെ ഗാന്ധിയൻ കാലഘട്ടം എന്ന് പറയുന്നതാണ് 1919 മുതൽ 1947 വരെ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഡിവിഷൻ വന്നിരിക്കുന്നത്. അപ്പോ ഇവിടെ മിതവാദി പ്രമുഖ നേതാക്കന്മാർ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജി, ഫിറോസ് ഷാ മേത്ത, ബദ്രുദ്ദീൻ തിയാബ്ജി, WC ബാനർജി, ഗോപാലകൃഷ്ണ ഗോഖലെ. ഇതൊരിക്കൽ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്, എന്നാൽ ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് വീണ്ടും ഇവിടെ ഞാൻ ആവർത്തിക്കുന്നതാണ്. ദാദാഭായ് നവറോജി, ഫിറോസ് ഷാ മേത്ത, ബദ്രുദ്ദീൻ തിയാബ്ജി, WC ബാനർജി, ഗോപാലകൃഷ്ണ ഗോഖലെയാണ് മിതവാദി ഗ്രൂപ്പിലെ പ്രമുഖ നേതാക്കൾ എന്ന് ഓർത്തിരിക്കാം. തീവ്രദേശീയവാദി വിഭാഗത്തിലെ പ്രധാന നേതാക്കൾ എന്ന് പറയുന്നത് ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്. ഇവരെയാണ് ലാൽ ബാൽ പാൽ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ലാൽ ബാൽ പാൽ എന്നറിയപ്പെടുന്നത് ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക് ആണെന്ന് ഓർത്തിരിക്കാം. അപ്പൊ നമ്മുടെ സൂററ്റ് പിളർപ്പുമായിട്ട് ബന്ധപ്പെട്ട അത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത്. അത്രയാണ് വരാറുള്ളത്. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മൾക്ക് പഠിച്ചിരിക്കേണ്ടത് മുസ്ലിം ലീഗിന്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് എന്നാന്ന് ചോദിച്ചാൽ 1906 ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും, മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെടുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആരാണ്? മിന്റോ സെക്കൻഡ് ആണ്. ഓക്കെ, മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെടുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരാന്ന് ചോദിച്ചാൽ മിന്റോ സെക്കൻഡ് ആണെന്ന് ഓർത്തിരിക്കാം. അപ്പോ മുസ്ലിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ വൈസ്രോയി മിന്റോയെ അറിയിക്കാനായിട്ട് 1906 പോയ സിംല പ്രതിനിധി സംഘത്തെ നയിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ആഗാഖാനാണ്. ഓക്കെ, ആഗാഖാനാണ് മുസ്ലിങ്ങളുടെ ആവശ്യങ്ങൾ വൈസ്രോയെ അറിയിക്കാനായിട്ട് സിംല പ്രതിനിധി സംഘത്തെ നയിച്ച ഹെഡ് എന്ന് പറയുന്നത് ആരാണ്? ആഗാഖാൻ. അപ്പോ മുസ്ലിം ലീഗ് രൂപീകൃതമായ വർഷം ചോദിക്കാറുണ്ട്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 1906 ഡിസംബർ 30-നാണ് മുസ്ലിം ലീഗ് രൂപീകൃതമായത്. ഓക്കെ, 1906 ഡിസംബർ 30-നാണ് മുസ്ലിം ലീഗ് രൂപീകൃതമായതെന്ന് ഓർത്തിരിക്കാം. ഇനി മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിൽ മുഖ്യ പങ്കുവഹിച്ച വ്യക്തികൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ആഗാഖാൻ, നവാബ് സലിമുള്ള, മുഹ്സിൻ ഉൽ മുൽക്ക്. ഓക്കെ, മുഹ്സിൻ ഉൽ മുൽക്കാണ് നമ്മളുടെ 3 നേതാക്കന്മാര്. ആഗാഖാൻ, നവാബ് സലിമുള്ള, മുഹ്സിൻ ഉൽ മുൽക്ക് ആണ് പ്രധാനപ്പെട്ട 3 വ്യക്തികളെന്ന് ഓർത്തിരിക്കാം. അപ്പൊ മുസ്ലിം ലീഗിന്റെ ആദ്യ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ആഗാഖാൻ തന്നെയാണ്. ഇനി മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിന് വേദിയായ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ അത് ധാക്കയാണ്.
മുസ്ലിം ലീഗിന്റെ ഭരണഘടന എന്ത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അത് ഗ്രീൻ ബുക്കാണ്. ഗ്രീൻ ബുക്കാണ് മുസ്ലിം ലീഗിന്റെ ഭരണഘടന. ഈ ഗ്രീൻ ബുക്ക് രചിച്ചത് ആരാന്നൊക്കെ ചോദിച്ചാൽ ആരാണ്? മൗലാന മുഹമ്മദ് അലിയാണ് ഗ്രീൻ ബുക്ക് രചിച്ചതെന്ന് ഓർത്തിരിക്കാം. അതുപോലെ ഈ മുസ്ലിം ലീഗിന്റെ ശാഖ ലണ്ടനിൽ ആരംഭിച്ചത് ആരാന്ന് ചോദിക്കാറുണ്ട്. 1908 മുസ്ലിം ലീഗിന്റെ ശാഖ ലണ്ടനിൽ ആരംഭിച്ചത് ആരാന്ന് ചോദിച്ചാൽ സയ്യദ് അമീർ അലി. ആരാ? സയ്യദ് അമീർ അലിയാണ്. നമ്മൾ പഠിച്ചു 1906 ഡിസംബർ 30 രൂപീകൃതമായി. ആഗാഖാൻ ആദ്യത്തെ പ്രസിഡന്റ്. പ്രധാന പങ്കുവഹിച്ച വ്യക്തികൾ എന്ന് പറയുന്നത് ആഗാഖാൻ, നവാബ് സലീമുള്ള, മുഹ്സിൻ ഉൾ മുൽക്കാണ്. അതുപോലെ മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിന് വേദിയായ നഗരം ചോദിച്ചാൽ ധാക്കയാണ്. മുസ്ലിം ലീഗിന്റെ ഭരണഘടന അറിയപ്പെടുന്നത് ഗ്രീൻ ബുക്ക് ആണ്. ഗ്രീൻ ബുക്ക് രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് മൗലാന മുഹമ്മദ് അലിയാണ്. മുസ്ലിം ലീഗിന്റെ ശാഖ ലണ്ടനിൽ ആരംഭിച്ചത് ആരാന്ന് ചോദിച്ചാൽ 1908 സയ്യദ് അമീർ അലിയാണ്. സയ്യദ് അമീർ അലിയാണ് മുസ്ലിം ലീഗിന്റെ ശാഖ ലണ്ടനിൽ ആരംഭിച്ചതെന്ന് ഓർത്തിരിക്കാം. ഇനി മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ലീഗിലെ അംഗമായ വർഷമൊക്കെ ചോദിക്കാറുണ്ട്. 1913 മുസ്ലിം ലീഗില് മുഹമ്മദ് അലി ജിന്ന അംഗമായെന്ന് ഓർത്തിരിക്കാം. അതുപോലെ മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയ വർഷം ചോദിച്ചാൽ 1916. അതുപോലെ ഒരു മുസ്ലിം ലീഗിനെ കുറിച്ച് അദ്ദേഹം ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ആരാന്ന് ചോദിക്കാറുണ്ട്. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഏക സംഘടന മുസ്ലിം ലീഗ് ആണെന്ന് അഭിപ്രായപ്പെട്ട നേതാവ് ആരാന്ന് ചോദിച്ചാൽ അതും മുഹമ്മദ് അലി ജിന്നയാണെന്ന് ഓർത്തിരിക്കാം. പിന്നെ നമ്മൾ പറഞ്ഞു നമ്മളിപ്പോ പഠിക്കാൻ പോകുന്ന എന്താ പറയാ കോൺഗ്രസും മുസ്ലിം ലീഗും ആദ്യമായിട്ട് സംയുക്ത സമ്മേളനം നടത്തിയത് എന്നാന്ന് ചോദിച്ചാൽ 1916 ലക്നൌവിലാണ്. കോൺഗ്രസ് മുസ്ലിം ലീഗും ലക്നൗ കരാറിൽ ഒപ്പുവെച്ച വർഷം ചോദിച്ചാലും 1916 ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ കോൺഗ്രസ് മുസ്ലിം ലീഗും ആദ്യമായിട്ട് സംയുക്ത സമ്മേളനം നടത്തിയതും കോൺഗ്രസ് മുസ്ലിം ലീഗും ലക്നൗ കരാറിൽ ഒപ്പുവെച്ചതും സെയിം വർഷമാണ്. 1916 ലക്നൌവിൽ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ലക്നൌവിലെ INC സമ്മേളനത്തിൽ വെച്ചിട്ടാണെന്ന് ഓർത്തിരിക്കാം. ഓക്കെ, മുസ്ലിം ലീഗിന്റെ മുഖപത്രമാണ് ഡോൺ. അപ്പൊ ഈ ഡോൺ ആരംഭിച്ചത് ആരാന്ന് ചോദിച്ചാൽ മുഹമ്മദ് അലി ജിന്നയാണ്. എന്നാണ് ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ 1942 ഡോൺ ആരംഭിച്ചത്. മുസ്ലിം ലീഗിന്റെ മുഖപത്രമാണ് ഡോൺ. ആരംഭിച്ചത് മുഹമ്മദ് അലി ജിന്ന. വർഷം 1942 ഓർത്തിരിക്കുക. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ പ്രത്യേക രാഷ്ട്രവാദം ഉന്നയിച്ച മുസ്ലിം ലീഗ് സമ്മേളനം ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. പ്രത്യേക രാഷ്ട്രവാദം ഉന്നയിച്ച മുസ്ലിം ലീഗ് സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ 1930 അലഹബാദ് സമ്മേളനമാണെന്ന് ഓർത്തിരിക്കാം. ഓക്കെ, 1930 അലഹബാദ് സമ്മേളനമാണെന്നും കൂടി ഓർത്തിരിക്കണം. ഓക്കെ, ഇനി അടുത്തതാണ് ഗദ്ദർ പാർട്ടി. ഗദ്ദർ പാർട്ടി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ രൂപീകരിക്കപ്പെട്ട ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ ഒരു തീവ്ര ദേശീയവാദികളുടെ സംഘടനയാണ് ഗദ്ദർ പാർട്ടി എന്ന് ഓർത്തിരിക്കാം. ഈ ഗദ്ദർ എന്ന് പറയുന്നത് എന്താ പറയാ, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് വിപ്ലവം എന്നാണ്. അപ്പൊ ഗദ്ദർ പാർട്ടി രൂപം കൊണ്ട വർഷവും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1913 ഗദ്ദർ പാർട്ടിയുടെ സ്ഥാപകൻ ആരാന്നുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ലാല ഹർദയാൽ ആണ് ഗദ്ദർ പാർട്ടിയുടെ സ്ഥാപകൻ എന്ന് ഓർത്തിരിക്കാം. അതുപോലെ ലാല ഹർദയാൽ തന്നെയാണ് നമ്മുടെ ഗദ്ദർ പാർട്ടിയുടെ ആദ്യ ജനറൽ സെക്രട്ടറി. ഇനി ആദ്യ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ സോഹൻ സിംഗ് ബക്ന. സോഹൻ സിംഗ് ബക്നയാണ് ഗദ്ദർ പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് എന്ന് ഓർത്തിരിക്കാം. അതുപോലെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ സാൻ ഫ്രാൻസിസ്കോ ആണ്. പക്ഷെ പ്രത്യേകം എടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ സാൻ ഫ്രാൻസിസ്കോ ഓപ്ഷനിൽ ഇല്ല. വേറൊരു ഓപ്ഷൻ ആണെങ്കിൽ യുഗാന്തർ ആശ്രമമാണ് ആസ്ഥാനം. ഗദ്ദർ പാർട്ടിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് യുഗാന്തർ ആശ്രമം. അപ്പോ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? സാൻ ഫ്രാൻസിസ്കോയിൽ. ഗദ്ദർ എന്ന വാക്കിനർത്ഥം വിപ്ലവം എന്നാണ്. ഗദ്ദർ പാർട്ടി രൂപം കൊണ്ട വർഷം 1913. സ്ഥാപകൻ ലാല ഹർദയാലാണ്. ലാല ഹർദയാൽ തന്നെയാണ് ആദ്യ ജനറൽ സെക്രട്ടറി. ആദ്യ പ്രസിഡന്റ് എന്ന് പറയുന്നത് സോഹൻ സിംഗ് ബക്കനെയാണ്. ഇനി പ്രത്യേകം എടുത്ത് ചോദിക്കുകയാണ് ഗദ്ദർ പാർട്ടിയുടെ ആസ്ഥാനം എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ യുഗാന്തർ ആശ്രമമാണ് ഓർത്തിരിക്കാം. അപ്പോ നമ്മളുടെ ഗദ്ദർ പാർട്ടി 1913 നവംബർ 1 മുതൽ പ്രസിദ്ധീകരണം ആരംഭിച്ചൊരു വാരികയുടെ പേരും അത് തന്നെയാണ്, ഗദ്ദർ എന്ന് തന്നെയാണ്. അതുപോലെ ഈ ഗദ്ദർ വാരികയുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് അംഗ്രേസി രാജ് കാ ദുശ്മൻ, ബ്രിട്ടീഷ് ഭരണത്തിന്റെ ശത്രു എന്നാണ് മുദ്രാവാക്യം. അംഗ്രേസി രാജ് കാ ദുശ്മൻ എന്നാണ് ഗദ്ദർ വാരികയുടെ മുദ്രാവാക്യം എന്ന് ഓർത്തിരിക്കാം. അതുപോലെ ഗദ്ദർ പാർട്ടി ഇന്ത്യയിൽ ഒരു വിപ്ലവമൊക്കെ നടത്താൻ ആരംഭിച്ച് തീരുമാനിച്ചായിരുന്നു. ആ വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 1915. അപ്പോ പിന്നെ നമ്മളുടെ ലാല ഹർദയാലിന്റെ രാഷ്ട്രീയ ഗുരു ആരെന്നെടുത്ത് ചോദിക്കാറുണ്ട്. അത് ലാല ലജ്പത് റായ് ആണ്. ലാല ഹർദയാലിന്റെ
രാഷ്ട്രീയ ഗുരു ആരാന്ന് ചോദിച്ചാൽ അത് ലാല ലജ്പത് റായി ആണെന്നും കൂടി ഇവിടെ ഓർത്തിരിക്കണം. ഓക്കെ, അപ്പോ ഗദർ വാരിക ആരംഭിച്ച വർഷം എന്നാണ്? 1913 മുതലാണ്. വാരികയുടെ മുദ്രാവാക്യം അംഗ്രേസി രാജ് കാ ദുഷ്മൻ. ഗദർ പാർട്ടി ഇന്ത്യയിൽ വിപ്ലവം നടത്താൻ തീരുമാനിച്ച വർഷം എന്നാന്ന് ചോദിച്ചാൽ 1915 അതുപോലെ ലാല ഹർദയാലിന്റെ രാഷ്ട്രീയ ഗുരുവാണ് ലാല ലജ്പത് റായ് എന്നും കൂടി ഇവിടെ ഓർത്തിരിക്കണം. ഇപ്പൊ ഗദർ പാർട്ടിയൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. വർഷം അല്ലെങ്കിൽ കാലഗണന ക്രമത്തിലാക്കാനും വർഷം ചോദിക്കാറുണ്ട്. അപ്പൊ അതും കൂടി ഓർത്തിരിക്കുക. അല്ലെങ്കിൽ പട്ടികപ്പെടുത്താനുണ്ടാവാം, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ്ങിന് ഉണ്ടാവാം, അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന ശരിയായ വർഷവും സംഘടനയും തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവാം. എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാൻ പ്രതീക്ഷിക്കാവുന്ന ഒരു മേഖലയും കൂടിയാണ്. അടുത്തത് ഹോം റൂൾ പ്രസ്ഥാനമാണ്. 1916 ഹോം റൂൾ പ്രസ്ഥാനം. ഹോം റൂൾ എന്ന ആശയം എന്താ? ഹോം റൂൾ എന്ന വാക്കിന് അർത്ഥം എന്താ? നമുക്കറിയാം, ഹോം റൂൾ സ്വയംഭരണം. അതായത് ബ്രിട്ടീഷ് കോമൺവെൽത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഇന്ത്യക്ക് സ്വയംഭരണം നേടിയെടുക്കാനുള്ള ഒരു സമരമാണ് ഈ ഹോം റൂൾ പ്രസ്ഥാനം എന്ന് ഓർത്തിരിക്കാം. അപ്പൊ ഇന്ത്യയിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വർഷം എന്നാന്ന് ചോദിച്ചാൽ 1916 ഇന്ത്യയിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത്. ഇപ്പൊ ഹോം റൂൾ എന്നൊരു ആശയം ഇന്ത്യക്കാർ എവിടെ നിന്ന് സ്വീകരിച്ചതെന്ന് ചോദിച്ചാൽ അയർലാൻഡിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ നിന്നാണ് അവർ ആശയം സ്വീകരിച്ചതെന്ന് ഓർത്തിരിക്കാം. അപ്പോൾ ഈ സമയത്ത് എന്ന് പറയുന്നത് ഒന്നാം ലോക മഹായുദ്ധ സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ സജീവമായി നിലനിർത്തിയത് എന്താണെന്ന് ചോദിച്ചാൽ അത് ഹോം റൂൾ പ്രസ്ഥാനം ആണെന്നും കൂടി ഓർത്തിരിക്കണം. ഇതിങ്ങനെ തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ സജീവമായി നിലനിർത്തിയത് താഴെ ഓപ്ഷനിൽ ഉണ്ടാവും ഹോം റൂൾ പ്രസ്ഥാനം. ഓക്കെ, അപ്പൊ ഹോം റൂൾ എന്നാൽ സ്വയംഭരണം. ബ്രിട്ടീഷ് കോമൺവെൽത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഒരു സ്വയംഭരണം നേടിയെടുക്കാനുള്ള ഒരു സമരമാണ് ഹോം റൂൾ പ്രസ്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാണ് ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ 1916 അപ്പൊ ഈ ഇന്ത്യയില് ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ആനി ബസന്റും ഉണ്ട്, ബാലഗംഗാധര തിലകനുണ്ട്. ഓക്കെ, ബാലഗംഗാധര തിലക് അതുപോലെ ആനി ബസന്റ് ആണ്. ഇനി ആനി ബസന്റിന്റെ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ അത് ജോർജ് അരുന്തേലാണ്. ഓക്കെ, ജോർജ് അരുന്തേലാണ് ആനി ബസന്റിന്റെ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി എന്ന് ഓർത്തിരിക്കാം. അപ്പോ നമ്മളുടെ പ്രത്യേകം എടുത്ത് ചോദിക്കാറുണ്ട്, ആനി ബസന്റ് ഏത് പ്രദേശത്തെ എന്ന് ചോദിച്ചാൽ മദ്രാസിനടുത്ത് അടയാർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചതാണ് ആനി ബസന്റ്. ഇനി പൂനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചതാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരവാണ് ബാലഗംഗാധര തിലകൻ എന്ന് ഓർത്തിരിക്കുക. മദ്രാസ് ആനി ബസന്റും അല്ലെങ്കിൽ പൂനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് ബാലഗംഗാധര തിലകമായിരിക്കും ഉത്തരം. അപ്പൊ ഈ പ്രസ്താവന മോഡലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അതുപോലെ ആനി ബസന്റിന്റെ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ വൈസ് പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ അത് സർ CP രാമസ്വാമി അയ്യരാണെന്ന് ഓർത്തിരിക്കാം. അങ്ങനെ ആനി ബസന്റ് ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ഈ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആനി ബസന്റിനെ തടവിലാക്കി. ആ വർഷം ചോദിക്കാറുണ്ട് 1917. പിന്നെ അന്നത്തെ നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റായി വുഡ്രോ വിൽസണൊക്കെ ഇടപെട്ടാണ് ആനി ബസന്റിനെ ജയിലിൽ നിന്നും മോചിപ്പിച്ചത്. അപ്പൊ ക്വസ്റ്റ്യൻ വരാറുണ്ട്, ആനി ബസന്റിനെ ജയിലിൽ നിന്നും മോചിപ്പിക്കാൻ ഇടപെട്ട അമേരിക്കൻ പ്രസിഡന്റ് ആരാന്ന് ചോദിക്കാറുണ്ട്, അത് വുഡ്രോ വിൽസൺ ആണെന്ന് കൂടി ഓർത്തിരിക്കാം. ഓക്കെ, അതുപോലെ ഇനി ബാലഗംഗാധര തിലകിന്റെ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ഏരിയ ഏതാന്ന് നമ്മൾ പറഞ്ഞു, പൂനെ കേന്ദ്രീകരിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം ആരംഭിച്ചത്. അപ്പോ അമേരിക്കയില് ഈ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ശാഖ സ്ഥാപിച്ചിട്ടുണ്ട്. അത് ആരാന്ന് ചോദിച്ചാൽ അത് ലാല ലജ്പത് റായ് ആണ്. ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1917. ഓക്കെ, അപ്പൊ അഖിലേന്ത്യാ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ഗാന്ധിജിയാണ്. അഖിലേന്ത്യാ ഹോം റൂൾ പ്രസ്ഥാനം അല്ലെങ്കിൽ മദ്രാസ് കേന്ദ്രീകരിച്ചിട്ടുള്ള ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം നൽകിയതാരെന്ന് ചോദിച്ചാൽ ആനി ബസന്റും, പൂനെ കേന്ദ്രീകരിച്ച് ഹോം റൂൾ പ്രസ്ഥാനത്തിന് ആരംഭം കുറിച്ചതാരെന്ന് ചോദിച്ചാൽ ബാലഗംഗാധര തിലകും. ഇനി അഖിലേന്ത്യാ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുത്ത ആരെന്ന് ചോദിച്ചാൽ ഗാന്ധിജീനെയാണെന്ന് ഓർത്തിരിക്കുക, കൺഫ്യൂഷൻ ആവരുത്. ഇനി ഗാന്ധിജി എന്നാണ് ഈ അഖിലേന്ത്യാ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായ വർഷം എന്ന് ചോദിച്ചാൽ 1920 എന്ന് ഓർത്തിരിക്കുക. അങ്ങനെ ഹോം റൂൾ പ്രസ്ഥാനത്തെ ഗാന്ധിജി പുനർനാമകരണം ചെയ്തു. ആ പേരാണ് സ്വരാജ്യ സഭ. സ്വരാജ്യ സഭ. ഇനി ഈ ഹോം റൂൾ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഒരു പ്രശസ്തമായ മുദ്രാവാക്യം കേട്ടിട്ടുണ്ടാവും, സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. അത് ഈ ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ആര് മുഴക്കിയ മുദ്രാവാക്യമാണ്? ബാലഗംഗാധര തിലക് മുഴക്കിയ മുദ്രാവാക്യമാണെന്ന് ഓർത്തിരിക്കാം. അപ്പോ ഹോം റൂൾ പ്രസ്ഥാനം ശക്തി ആർജിച്ചുകൊണ്ടിരിക്കെ തന്നെ ബ്രിട്ടീഷുകാർ നമ്മൾക്കൊരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അവരുടെ ഗവൺമെന്റിന്റെ ഒരു പ്രഖ്യാപനം വരാണ്, ഓഗസ്റ്റ് പ്രഖ്യാപനം. അപ്പോ
എന്നാണ് 1916 ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ വർഷം എന്ന് ഓർത്തിരിക്കുക. ഹോം റൂൾ പ്രസ്ഥാനം നിർത്തിവെക്കാനുള്ള കാരണം ഇന്ത്യയിൽ ഉത്തരവാദിത്ത ഭരണം സ്ഥാപിക്കുമെന്ന ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പ്രഖ്യാപനമാണ്. അതാണ് ഓഗസ്റ്റ് പ്രഖ്യാപനം എന്ന് അറിയപ്പെടുന്നത്. ഈ ഓഗസ്റ്റ് പ്രഖ്യാപനം നടത്തിയത് ആരാണ്ട് അത് എഡ്വിൻ മോണ്ടേഗു ആണ്. എഡ്വിൻ മോണ്ടേഗു ആണ് ഓഗസ്റ്റ് പ്രഖ്യാപനം 1917 നടത്തിയത് എന്നും കൂടി ഓർത്തിരിക്കണം. അപ്പോൾ നമ്മുടെ ഹോം റൂൾ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇത്രയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഒന്നും മാറ്റി വെക്കാനില്ല നമുക്ക്. എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ്. അത് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഹോം റൂൾ പ്രസ്ഥാനം ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ സജീവമായി നിലനിർത്തിയത് ഹോം റൂൾ പ്രസ്ഥാനമാണ്. എവിടെ നിന്നാണ് ഈ ആശയം ഇന്ത്യക്കാർ സ്വീകരിച്ചതെന്ന് ചോദിച്ചാൽ അയർലാൻഡിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ നിന്നാണ്. ഹോം റൂൾ എന്ന വാക്കിനർത്ഥം നിങ്ങൾക്കറിയാം, സ്വയംഭരണം എന്നാണ്. ബ്രിട്ടീഷ് കോമൺവെൽത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഒരു സ്വയംഭരണം നേടിയെടുക്കാനുള്ള ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു സമരം ആണ് ഹോം റൂൾ പ്രസ്ഥാനം എന്ന് ഓർത്തിരിക്കാം. വർഷം 1916 ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ആനി ബസന്റും ബാലഗംഗാധര തിലകാണ്. ഇനി അമേരിക്കയിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ശാഖ സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ ലാലാ ലജ്പത് റായ് ആണ്. വർഷം 1917 കൂടി ഇവിടെ ഓർത്തിരിക്കണം. ഓക്കെ, ഇനി ബ്രിട്ടീഷ് ഗവൺമെന്റ് ആനി ബസന്റിനെ തടവിലാക്കിയ വർഷം 1917. ആനി ബസന്റിനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ ഇടപെട്ട അമേരിക്കൻ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ അത് വുഡ്രോ വിൽസൺ ആണ്. അതുപോലെ ബാലഗംഗാധര തിലക് ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് മുഴക്കിയ മുദ്രാവാക്യമാണ് സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ഇനി ഗാന്ധിജി അഖിലേന്ത്യാ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായ വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1920. അതുപോലെ ഈ ആഗസ്റ്റ് പ്രഖ്യാപനത്തോടെ ഹോം റൂൾ പ്രസ്ഥാനം നിർത്തിവെക്കുകയാണ് ഉണ്ടായത്. കാരണം ഇന്ത്യയിൽ ഉത്തരവാദിത്ത ഭരണം സ്ഥാപിക്കാം എന്ന് അവര് വാഗ്ദാനം ചെയ്ത് ഗവൺമെന്റിന്റെ പ്രഖ്യാപനം കൊണ്ട്. ഓക്കെ, ഓഗസ്റ്റ് പ്രഖ്യാപനം നടത്തിയത് ആരാന്ന് ചോദിച്ചാൽ എഡ്വിൻ മോണ്ടേഗു ആണെന്ന് ഓർത്തിരിക്കാം. പിന്നെ നമുക്ക് കൺഫ്യൂസിങ് ഫാക്ട്സ് എന്നൊക്കെ പറഞ്ഞ ഒരു വിഭാഗം എടുക്കുകയാണെങ്കിൽ മദ്രാസിനടുത്ത് അടയാർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് ആനി ബസന്റും പൂനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ബാലഗംഗാധര തിലകുമാണെന്ന് ഓർത്തിരിക്കാം. ഇത്രയാണ് ഇന്ന് നമ്മൾക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട PSC വസ്തുതകൾ. ഒന്ന്, സൂററ്റ് പിളർപ്പ് 1907, മുസ്ലിം ലീഗ് സ്ഥാപിതമായത് 1906 ഡിസംബർ 30, ഗദർ പാർട്ടിയുടെ വർഷം 1913, ഇന്ത്യയിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് 1916. ഓക്കെ, അപ്പോൾ ക്ലാസ് വീണ്ടും നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി കേൾക്കാം. പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇടയ്ക്ക് എടുത്ത് വായിച്ചു നോക്കുക. അതുപോലെ നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം.